ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കുന്നത് ജാക്ക്പോട്ട് ട്രേഡ് അല്ലെങ്കിൽ സീറോ ഹീറോ എൻട്രീനെ കുറിച്ചാണ്. ഒന്നല്ലെങ്കിൽ അത് സീറോ ആയി പോകും, അല്ലെങ്കിൽ ഒരു ഹീറോയിലേക്ക് വരാൻ സാധ്യതയുണ്ട്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും, ഈ ഹിന്ദി ബേസ്ഡ് ആയിട്ടുള്ള ഹിന്ദി ടെലിഗ്രാം ചാനലിലൊക്കെ സീറോ ഹീറോ എൻട്രി ഒക്കെ എടുക്കാറുണ്ട്. യൂട്യൂബ് ചാനലായാലും സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതെങ്ങനെയാണ് ഉണ്ടാവുന്നതിനെ കുറിച്ചൊക്കെ വളരെ ആളുകൾക്ക് ഒരു ആകാംക്ഷ ഉണ്ടാവും. അവർ പറയുന്ന കാര്യം കൃത്യമായിട്ട് നടക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇന്നലത്തെ മാർക്കറ്റിൻ്റെ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഏകദേശം 200 പോയിന്റ് ഡൗൺ വന്നിട്ട് അത് റിക്കവറി ആയിട്ട് പോയത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഡൗണിലേക്ക് വരുന്നു. ഒരു 3 വട്ടം ഇവിടെ ഒരു ബോട്ടം 3 ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇവിടെ ഒരു ട്രയാങ്കിൾ പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 21,300 എന്ന് പറയുന്നതിൻ്റെ പ്രീമിയം ആ സമയത്ത് ഏകദേശം 3 മണിക്ക് മുമ്പ് ഒരു 2 രൂപ, 1 രൂപ 95 പൈസയിലൊക്കെ ആയിരുന്നു. അതിന് ശേഷം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ക്ലോസിംഗ് ഒരു 52 രൂപയിലേക്കാണ്. പ്രീമിയത്തിൻ്റെ ചാർട്ട് നമ്മുടെ ഉണ്ട്. പ്രീമിയത്തിൻ്റെ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയുന്നുണ്ട് ഒരു 50 രൂപയിലേക്കാണ് അത് പോയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് ഏകദേശം ഒരു 2 മണി സമയത്ത് ഈ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന 21,300 എന്ന് പറയുന്നതിൻ്റെത് ഏകദേശം ഒരു 20 രൂപയിലായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവിടെ സെല്ല് ചെയ്യുന്ന ആളുകൾ 21,300 അതിൻ്റെ കോൾ ഓപ്ഷൻ മുകളിലേക്ക് പോകില്ല എന്നറിഞ്ഞുകൊണ്ട് സെല്ല് ചെയ്യും. 20 രൂപയ്ക്ക് സെല്ല് ചെയ്യും. 20 രൂപയ്ക്ക് സെല്ല് ചെയ്യുന്ന സമയത്ത് അവർക്ക് എവിടെയെങ്കിലും ബൈ ചെയ്യണം. ഈ സെല്ല് ചെയ്ത സാധനം അവർ പ്രോഫിറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ അത് ബൈ ചെയ്താൽ മാത്രമാണ് അത് ആ ഒരു കോൺട്രാക്റ്റ് പൂർത്തിയാവുള്ളൂ. അപ്പോൾ അവർക്ക് ബൈ ചെയ്യണം. 2 രൂപത്തിലെത്തിയ സമയത്ത് ഏകദേശം ഈ ഒരു ടൈമിൽ ഈ 3 മണി സമയത്ത് അവർ പെട്ടെന്ന് അവിടെ ഒരു ബൈയിങ് നടത്തി. 3 മണി സമയത്ത് അവിടെ ഒരു ബൈയിങ് നടത്തി. ആ ബൈയിങ് നടത്തിയപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ വോളിയം ഉണ്ടാകുക ഹാൻഡിൽ നോക്കി നല്ല രീതിയിൽ അവിടെ കോൺട്രാക്റ്റ്, അതായത് ബയ്യേഴ്സ് പെട്ടെന്ന് തന്നെ അവിടെ വന്നിട്ടുണ്ട്. ഈ 2 രൂപയിൽ നിന്ന് ആ സമയത്ത് അവിടെ ബൈ ചെയ്ത സമയത്ത് ഇവിടെ സെല്ല് ചെയ്ത ആളുകൾ ഇവിടെ ബൈ ചെയ്തു. ഇവിടെ ബൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ 20 രൂപയിൽ സെല്ല് ചെയ്തത് ഇവിടെ 2 രൂപ എത്തിയപ്പോൾ അവർ ബൈ ചെയ്തു. പെട്ടെന്ന് ഇവിടെ ഡിമാൻഡ് വർദ്ധിച്ചു. ഈ 2 രൂപയിൽ പെട്ടെന്ന് ആളുകൾ ഇവിടെ ബൈ ചെയ്തു. അങ്ങനെ ബൈ ചെയ്ത സമയത്താണ് ഇത് ഇവിടെ ഒരു ഇത്ര വലിയൊരു മൂവ്മെൻറ്റ് നടത്തിയിട്ടുള്ളത്. നമുക്ക് നോക്കി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ നോക്കി കഴിഞ്ഞാൽ ഒരു ട്രയാങ്കിളിൻ്റെ ഒരു ബ്രേക്കൗട്ടൊക്കെ കാണുന്നുണ്ട്. ഒരു ട്രയാങ്കിൾ ബ്രേക്കൗട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് സംഭവിച്ചത്. 20 രൂപയിൽ സെല്ല് ചെയ്ത ആളുകൾ 2 രൂപത്തിൽ ബൈ ചെയ്തു. അപ്പോൾ നല്ല രീതിയിലുള്ള ഡിമാൻഡ് വന്നു. ഏതോ ബയ്യേഴ്സ്, റിറ്റെയിലോ അതുപോലെ തന്നെ ആരെങ്കിലും ആയിക്കോട്ടെ ബൈ ചെയ്തുകൊണ്ടാണ് ഇവിടെ ഒരു ഹ്യൂജ് മൂവ്മെൻറ്റ് നമുക്ക് കിട്ടിയത്. ഈ 2 രൂപയിൽ നിന്ന് ഏകദേശം ഒരു 50 രൂപയിലേക്ക് പോയി. 2 രൂപ വെച്ച് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് എത്ര രൂപ കിട്ടുമായിരുന്നു. ഇതാണ് ചില ദിവസങ്ങളിൽ ജാക്ക്പോട്ട് ട്രേഡായിട്ട് നടക്കുന്നത്. എല്ലാ ദിവസങ്ങളും നടക്കുന്നില്ല, എല്ലാ എക്സ്പീരിയലും നടക്കുന്നില്ല. പക്ഷേ ഇന്നലെ നേരെ മറിച്ച് മന്ത്ലി എക്സ്പീരിയ ആയതുകൊണ്ടോ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അവിടെ ജാക്ക്പോട്ട് നടന്നിട്ടുണ്ടായി. അപ്പോൾ ഇതാണ് തീർച്ചയായിട്ടും ഇന്നത്തെ ഉള്ളത്. ഇനി നമ്മൾക്ക് ഇങ്ങനെ വരും ദിവസങ്ങൾ നോക്കുക, ഈ വീക്ക്ലി എക്സ്പീരിയൽ ദിവസങ്ങളൊക്കെ ഇങ്ങനത്തെ ജാക്ക്പോട്ട് ട്രേഡുകളൊക്കെ ലഭിക്കുന്നുണ്ടോ നോക്കുക. എല്ലാ ആഴ്ചയിൽ ലഭിക്കുന്നില്ല. സീറോ ഹീറോ എൻട്രിയാണ് പോയാൽ ആ 2 രൂപയുള്ള എത്ര പ്രീമിയം കൊടുക്കുക അത്ര നമുക്ക് നഷ്ടപ്പെടും. കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള മൂവ്മെൻറ്റൊക്കെ നടന്നു കഴിഞ്ഞാൽ ഇതുപോലെ നല്ല രീതിയിലുള്ള ഇപ്പോൾ ഇവിടെ ഏകദേശം ഒരു 100 പോയിന്റിനടുത്ത് ഒരു മൂവ്മെൻറ്റ് നടന്നിട്ടുണ്ട്. 21,260 ടു 380, ഏകദേശം 100 പോയിന്റിനടുത്തൊരു 400 ടച്ച് ചെയ്ത് തോന്നുന്നു. ഒരു മൂവ്മെൻറ്റ് നടന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു മാറ്റം നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കുന്നത്. ചാർട്ടിൽ കാണാൻ സാധിക്കുന്ന നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഒന്നും കൂടി എടുത്ത് പ്രീമിയത്തിൻ്റെ ചാർട്ട് എടുത്തൊക്കെ 2 രൂപയിൽ നിന്ന് ഏകദേശം 50 രൂപ മുകളിലേക്ക് പോയിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ഗ്രീൻ ക്യാൻഡിലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ എടുക്കുന്നത് റോങ് ആയിട്ട് നമുക്ക് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ എടുക്കുന്നതിന് എഗൻസ്റ്റ് ആയിട്ട് മാർക്കറ്റ് ചെറിയ രീതിയിൽ പോയപ്പോഴും നമുക്ക് ആ പ്രീമിയത്തിലുള്ള ഡിപ്പാണ്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ 30 രൂപ സമയത്തൊക്കെ ഇതിവിടെ 30-38 ചെറിയ രീതിയിൽ ഡിപ്പൊക്കെ വന്നിട്ടുണ്ടായി. പക്ഷേ അവിടെ നമുക്ക് ഡിപ്പുകളൊക്കെ വാച്ച് ചെയ്ത ആളുകൾക്ക് കാണാൻ പറ്റും. ഇവിടെ ചെറിയ ഡിപ്പൊക്കെ വന്നിട്ടുണ്ടായി. പക്ഷെ നമ്മുടെ റിസ്ക് അത്ര രൂപ നമ്മൾ റിസ്ക് എടുത്തിട്ടുണ്ടെങ്കിൽ പോയാലും കുഴപ്പമില്ല എന്ന രീതിയിലൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, ട്രേഡ് എടുക്കാം. പക്ഷേ എക്സ്പീരിയൻ ദിവസങ്ങളാണ് നമുക്ക് മാർക്കറ്റിന് മൊമെൻറ്റും ഇല്ല. അതുപോലെ നമ്മുടെ റോങ് ആയിട്ട് എഗൻസ്റ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ കാശ് പോകും. ടൈം വാല്യൂ മാത്രമുള്ള ഒരു സംവിധാനമാണ് ആ സമയങ്ങളിൽ. നമ്മുടെ ഓപ്ഷൻ വീക്സ് ഒക്കെ അടിക്കുന്ന സമയങ്ങളൊക്കെ നമ്മൾ അറിയാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ.